മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മുഹറയ്ക്ക് ഇന്ന് പോകുന്നത് ഒരു യാ ബലാഷ് എന്ന് പറയുന്നൊരു ഷോപ്പിലേക്ക്. അവിടെ ആണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ചെറിയ പൈസയ്ക്ക് മേടിക്കാൻ കിട്ടും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയ സാധനങ്ങളും വലിയ സാധനങ്ങളും അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് അവിടെ കിട്ടുന്നത്. എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നും അവിടെ പോകുന്ന വഴി എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുഹറക്കിലെ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. ഇത് പഴയ സൂക്കിലേക്ക് പോകുന്ന റോഡാണ്. ഇതിലേക്ക് എന്തായാലും വേറെ ഞങ്ങൾ വണ്ടി കൂടെ 2 പേരുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകുന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് പഴയ സൂക്കിലോട്ട് പോകുന്ന റോഡാണ്. മുഹറക്കിലുള്ളവർക്കറിയാം, മുഹറക്ക് ലുലുവിൻ്റെ സൈഡിലാണ് ഈ യാ ബലാഷ് എന്ന ഷോപ്പ് വരുന്നത്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. പോകുന്ന വഴിക്കാണ് അൽ ഹിലാൽ ഹോസ്പിറ്റല് അതൊക്കെ ഉള്ളത്. ഇതിലെ കൂടെ പോകാൻ നേരത്തൊരു കാർ വർക്ക്ഷോപ്പുണ്ട്. സർവീസ് സെൻ്റർ കൂടിയാണ്. അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന്. നമ്മളങ്ങനെ മുഹറക്ക് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നടന്നിട്ട് നേരെ അൽ ഹിലാൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അപ്പുറത്തെ സൈഡാണ് ആ ഷോപ്പ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. നല്ല സ്പേസ് ഉണ്ട്. 2-3 ഫ്ലോറായിട്ടാണ് അവിടെ എല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. ഇന്നും ബഹ്റൈനിൽ നല്ല ഹ്യൂമിഡിറ്റിയാണ്. ഇന്നത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ലൈക്ക് ചെയ്യുന്നത് 53 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പുറത്തൊക്കെ ചെറിയൊരു പാർക്ക് പോലത്തെ സംഭവമാണ്. ഈ തണുപ്പ് സമയത്തൊക്കെ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മനാമിന്ന് വരാൻ നേരത്ത് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ വരുന്ന റോഡാണിത്. ആ റോഡ് ഇങ്ങനെ നേരെ വരാൻ നേരത്താണ് ഇവിടെ അൽ ഹിലാൽ ഹോസ്പിറ്റൽ വരുന്നത്. ഇവിടുന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ആകത്തുള്ളൂ. വാടാ. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റാണ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇതാണ് റൗണ്ട് അബൌട്ട്. ഈ റൗണ്ട് അബൌട്ടിൻ്റെ ലെഫ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാം. ഇത് വലിയൊരു കാർ പാർക്കിംഗ് ആണ്. അത് റൗണ്ട് അബൌട്ടിൻ്റെ ലെഫ്റ്റ്. ഇത് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് വലിയൊരു പള്ളി, ജാസ്മിൻസിൻ്റെ കോഫി ഷോപ്പ്. ഏത് ഐസ്ക്രീമാ? ജാസ്മിൻസിൻ്റെ എന്തുവാ അറിയാൻ വയ്യ. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഐസ്ക്രീം മേടിച്ചിരിക്കുകയാണ് ഇവിടുന്ന്. അപ്പോൾ ഒരു ഐസ്ക്രീമിന് 100 പിൽസേ ഉള്ളൂ. ഇന്നെന്തോ ഓഫറായിരുന്നു. അപ്പോൾ നമ്മൾ 300 പിൽസ് കൊടുത്ത് 3 ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മേടിക്കാൻ പോവുക. ആപ്പ് കിധർ സേ? ബംഗ്ലാദേശ്. അപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ 3 എണ്ണം കിട്ടി. നമ്മൾ എവിടെ പോകുന്നത്? അപ്പോൾ ഇതാണ് ഐസ്ക്രീം കിട്ടിയേക്കുന്നത്. അത് കുടിച്ച് കഴിഞ്ഞിട്ട് പോകും. നല്ല ഭയങ്കര ചൂട്. ഇതാണ് 100 മിൽസിൻ്റെ ഐസ്ക്രീം. വേറെ 100 മിൽസേ ഉള്ളൂ. നല്ല രസമുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോയത്. കൊള്ളാല്ലേ? കൊള്ളാം. നീ ഓഫർ നോക്കിയിട്ടാ വന്നേ? എന്തായാലും പുറത്തൊരു 300 മിൽസ് കൊടുക്കേണ്ട സാധനമാണ്. കൊള്ളാം, സാധനം കൊള്ളാം. അങ്ങനെ 1 രൂപയുടെ ഐസ്ക്രീമും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ജാസ്മീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കണ്ട് അപ്പുറത്താണ്ട് അവിടെ ബോർഡ് കണ്ടു തുടങ്ങി. ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇട സൈഡിൽ വലിയ പള്ളിയൊക്കെ ഉണ്ട്. കണ്ടോ, അതിനകത്തുനിന്ന് 3 കവർ നിറയെ സാധനം മേടിച്ചുകൊണ്ട് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ അടിയിലത്തെ പാർക്കിംഗ് സ്പേസ്. അങ്ങനെ നടന്നതിൻ്റെ ഫ്രണ്ട് സൈഡ് എത്താറായി. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സാധനം എന്താണെന്നറിയോ? ഇവിടുത്തെ വാട്ടർ ടാങ്കാണ്. ഭയങ്കര വലുതാട്ടോ. ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഫോട്ടോ കാണിച്ചത്. ഇതാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ച് അപ്പുറ സൈഡിൽ നിന്നിട്ട് കാണിച്ചു തരാം. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് എൻ്റെ ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം. ഇതാ നോക്കിക്കും. ഇതാണ് യാബലാഷ് എന്ന് പറഞ്ഞാൽ ഫ്രീ, സൗജന്യം അങ്ങനെയുള്ളതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ വന്ന വഴി. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയതാണ്. 2-3 ഫ്ലോറായിട്ടാണ് ഇത് സെറ്റാക്കി വെക്കുന്നത്. 2 ഫ്ലോറേ ഉള്ളതെന്ന് തോന്നുന്നേ. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ എൻട്രൻസിലോട്ട് പ്രവേശിക്കുകയാണ്. എൻട്രൻസിലോട്ട് പ്രവേശിക്കുമ്പോഴേ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത്ര 2 ദിനാറാ? 2 ദിനാറ്. എൻട്രൻസിൻ്റെ അകത്തോട്ട് കയറി വലത് സൈഡിലോട്ട് എന്താ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഫ്ലവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ സൈഡിലുള്ള സാധനങ്ങളാണ് ചെറിയ ബിസ്ക്കറ്റ് ടൈപ്പ് സാധനങ്ങളാണ്. ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും വില കുറവാണ്. പക്ഷെ അതിനകത്തേക്കുള്ള ക്വാളിറ്റിയോ ഉള്ളതെന്ന് അറിയത്തില്ല. അങ്ങനെ മേടിച്ച് നോക്കിയിട്ടില്ല. കൊക്കക്കോള, സ്പ്രൈറ്റ്, ഫാൻറ്റ, ഫ്ലാസ്ക്, ഇതൊക്കെ 795 ഫിൽസേ ഉള്ളൂ കേട്ടോ. ലിപ്റ്റൺ ടീ ഒക്കെയാണത്. ലിപ്റ്റൻ്റെ അല്ല, പേര് വേറെയാണ്. ഗ്രീൻ ടീ ഉണ്ട്. തേയിലുള്ള സെക്ഷനാണ്. ഇതൊക്കെ 100 ഫിൽസേ ഉള്ളൂ. $2 BD. ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതും 100 ഫിൽസ് ടു 2 BD ആണ്. 750 ഫിൽസ് ഉള്ളതൊക്കെ. $800 ഫിൽസ്, 500 ഫിൽസ്. ഗ്ലാസിൻ്റെ സംഭവം. ഇതൊക്കെ പ്ലാസ്റ്റിക്. 3 രൂപയുള്ളൂ.
തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും വലിയ ബോട്ടിൽ വെള്ളം 795 ഫിൽസ്. ഏത് സൈഡിൽ പോയി വീഡിയോ എടുക്കണമെന്ന് തന്നെ കൺഫ്യൂഷൻ. ഇതിപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കണ്ട തീരത്തുമില്ല. ഇത് കുറേ ഉണ്ട്. ഗ്ലാസിൻ്റെ പ്ലേറ്റ് 450 ഫിൽസേ ഉള്ളത്. പറയുന്ന പൊട്ടല്ലേ. ഇതൊക്കെ 1,400. ഏതൊക്കെ സെക്ഷനിലോട്ട് പോകണമെന്ന് തന്നെ സംശയമാണ്. എങ്ങോട്ടൊക്കെ പോവും? ഇതെന്തോ ബിരിയാണി അരിയോ? ബിരിയാണി അരിയൊക്കെയാണ്. സോഡയൊക്കെ ഈ സെക്ഷനിലെല്ലാം പ്ലേറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഹൈ ഗ്ലാസ് 1.2 ഞാൻ എടുക്കൂലേ? സംഭവങ്ങളൊക്കെ 2 ദിനാറ് 200 ഫിൽസിനുള്ള വാച്ചുകൾ. ഈ മഗൊക്കെ വരുന്നത് 400 ഫിൽസേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് ഗ്ലാസിൻ്റെ ടൈപ്പ്. ഈ ഗ്ലാസ് വരുന്നത് 2 ദിനാറാണ് കേട്ടോ. എത്ര നോട്ട്? അത് കൊള്ളാം കേട്ടാ. അത് എത്ര? 1,300 ഉള്ളത്. 3 ഗ്ലാസ്. ആ അല്ല അതല്ല, അത് വേറെ. 1,300 ഉള്ളൂ. അതുകൊണ്ട് ഉപ്പിലിട്ട സാധനമൊക്കെ ഉണ്ടല്ലോ. ഉപ്പിലിട്ടാണത് വേണ്ടേ? ഇതെന്തോ ഇല എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് കുക്കുംബർ. എന്തൊക്കെ സാധനം ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഫുള്ള് കൺഫ്യൂഷനാണ്. കോസ്മെറ്റിക് ഐറ്റംസും ഉണ്ട്. അതെല്ലാം വേറെ വേറെ സെക്ഷനിലാണ്. ഇതിനെല്ലാം നമുക്ക് പ്രൈസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇതിൽ ബാർകോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്താൽ അപ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ മുകളിൽ ഡിസ്പ്ലേയിൽ കാണിക്കും. ഒരുപാട് സാധനമുണ്ട് കേട്ടോ. അയ്യോ എന്നാ സാധനങ്ങളുണ്ട്. ഇതൊക്കെ 925 ഫിൽസേ ഉള്ളൂ 1 ദിനാറ്. നല്ല കോഴ്സുകൾ കുറേ ഉണ്ട്. 400 ഫിൽസേ ഉള്ളൂ. 400 ഫിൽസ്, 600 ഫിൽസ്. ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, നല്ല സാധനമുണ്ട്. ഡിഷ് വാഷ്, ഇതൊക്കെ 990. 1 ദിനാറേ ഉള്ളൂ. 8 ലിറ്റർ, 2 ലിറ്റർ.
പാരാച്യൂട്ടിൻ്റെ ഐറ്റംസൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിവിയ ഇരിപ്പുണ്ട്, PM21. ഈ സൈഡിൽ ബഡ്സ്, ആങ്കറിൻ്റെ കോൾഗേറ്റ് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഈ ഫ്ലോറിൽ ടോയ്സ്, ചെടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് കുട്ടികളുടെയാണ് കൂടുതൽ ഇവിടെ തോന്നുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അവിടെ. ഇപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറയിലിട്ടാണ് എടുത്തേക്കുന്നത്. വിവിധ ചോപ്പറുകൾ, കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ സാധനമുണ്ട്. എന്ത് സാധനം വേണമെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. അതാണ്ട് അടുത്ത സെക്ഷൻ. ഇവിടെ സ്റ്റിക്കുകൾ, കബാബ് ടിക്കയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റിക്കുകളൊക്കെ ഉണ്ട്. ഗ്രില്ലുണ്ടാക്കുന്നത് ഇതൊക്കെ 1,300 ഉണ്ട് റേറ്റിൻ്റെ. കിച്ചൺ നൈഫൊക്കെ 1,800. കിച്ചൺ നൈഫൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത്രയും ഒരു സെറ്റൊക്കെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ഉള്ളൂ. പക്ഷെ നാട്ടിലോട്ടൊക്കെ പോകുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. മുഹറക്കിലാണ്. അൽ ഹിലാൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ മതി. കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 1 ദിനാറ്, 1.5 ദിനാറ്, 2 ദിനാറ്. 2 ദിനാറിനൊക്കെ നല്ല സൂപ്പർ ടോയ്സ് കിട്ടും കേട്ടോ. ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ ഗ്ലൗവും ഒക്കെ ഉണ്ട്. ഹെൽമെറ്റുകൾ, ഷട്ടിൽ ബാറ്റ്, ട്രോഫീസ്. ഇതൊക്കെ റേറ്റ് വരുന്നത് 2,200 ഉള്ളൂ കേട്ടോ. എൻ്റെ പൊന്ന്, നമുക്ക് ഇറങ്ങി തീരത്തൊന്നുമില്ല, ഒരുപാടുണ്ട്. ഈ സെക്ഷനിൽ സോപ്പ് ബോക്സ് 250 ഫിൽസ്, 200 ഫിൽസ്. ഒരു സൈഡിലുണ്ട്. വീട്ടിൽ വയ്ക്കാൻ വേണ്ടി അടിപൊളി പോട്ട്സൊക്കെ ഉണ്ട്. 1.5 ദിനാറ്, 1,800, 2 ദിനാറ്, ഇത്രയും റേറ്റേ ഉള്ളൂ. അടിപൊളി സാധനങ്ങളാണ്. 1.6, 1.5 അത്രയും റേറ്റൊക്കെ ഉള്ളൂ. ഇതെല്ലാം ഗിഫ്റ്റ് ബോക്സ്, ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്.